നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വാദം കേൾക്കുന്നത്. CMRLന്റെ സംശയകരമായ ഇടപാടുകൾ സംബന്ധിച്ച് KSIDC ജാഗ്രത പുലർത്തിയിട്ടില്ലെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. മുൻകൂട്ടി അറിയിക്കാതെയാണ് SFIO സ്ഥാപനത്തിൽ അന്വേഷണം നടത്തുന്നതെന്നും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് KSIDCയുടെ ആരോപണം. എന്നാൽ അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്ന കോടതി ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടതെന്ന് ഹൈക്കോടതി KSIDCയോട് ചോദിച്ചിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അറിവില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ CMRLനോട് ഓഹരി പങ്കാളി എന്ന നിലയിൽ വിശദീകരണം ചോദിച്ചിരുന്നുവെന്നും KSIDC കോടതിയെ അറിയിച്ചിരുന്നു. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന് ആധാരമായ CMRLന്റെ ഇടപാടുകളിൽ പങ്കില്ലെന്നാണ് KSIDCയുടെ വാദം. പങ്കില്ലെങ്കിൽ KSIDC നടപടിയെടുത്തതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന കോടതി ആവശ്യപ്പെട്ടിരുന്നു. 2023 ഓഗസ്റ്റ് 14 വിശദീകരണം ചോദിച്ചതിന്റെയും സെപ്റ്റംബർ 20 വിശദീകരണം ലഭിച്ചതിന്റെയും രേഖകളാണ് കഴിഞ്ഞ 26 ഹാജരാക്കിയത്. എന്നാൽ ഷോൺ ജോർജിന്റെ പരാതിയിൽ ഡിസംബർ 21 KSIDCയോട് കൊച്ചി ROC വിശദീകരണം ചോദിച്ചപ്പോൾ ഇക്കാര്യങ്ങളൊന്നും അറിയിച്ചില്ലെന്ന് എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജനുവരി 3 KSIDC നൽകിയ മറുപടിയിൽ CMRLനോട് വിശദീകരണം ചോദിച്ചതായോ ലഭിച്ചതായോ പറയുന്നില്ല. CMRL നൽകിയതായി KSIDC അവകാശപ്പെടുന്ന വിശദീകരണ കുറിപ്പിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതാണ് ഈ നടപടി. എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രം ആരോപിക്കുന്നു. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയുടെ കാര്യം 2019 ഫെബ്രുവരിയിലെ CMRL ബോർഡ് യോഗത്തിൽ MD അറിയിച്ചിരുന്നതായി KSIDC കോടതിയിൽ നൽകിയ രേഖയിലുണ്ട്. എന്നാൽ വിശദീകരണം ചോദിക്കാൻ 2023 ഓഗസ്റ്റ് 14 വരെ കാത്തിരുന്നു. കണക്കുകൾ ഓഡിറ്റ് ചെയ്യണമെന്ന് CMRLനോട് ആവശ്യപ്പെട്ടത് ഈ ഫെബ്രുവരിയിൽ മാത്രം. വിവാദമായ ശേഷം നടത്തിയ മുഖം രക്ഷിക്കൽ നടപടികൾ മാത്രമായിരുന്നു ഇതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.